എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം സഭാപ്രസംഗകൻ 12-ാം അധ്യായം 1-ാം വാക്യം. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അനുസ്മരിക്കുക. നമുക്കൊരിക്കൽ കൂടെ ഈ വചനം ഏറ്റുപറയാം. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അനുസ്മരിക്കുക. എക്ലേസിയാസ്റ്റസ് 12:1 says, Remember now your Creator in the days of your youth. Remember now your Creator in the days of your youth. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവരുടെ ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. സഭാപ്രസംഗകൻ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അനുസ്മരിക്കേണ്ടതുണ്ട്. നീ നിന്റെ യൗവനകാലത്താണ് നിന്റെ സൃഷ്ടാവിനെ അനുസ്മരിക്കേണ്ടത്. കാരണം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്ഥിതികൾ മാറുന്നു, നമ്മുടെ അവസ്ഥകൾ മാറുന്നു. ഇപ്പോൾ തന്നെ നീ ദൈവത്തെ, നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ഒരു കൊച്ചുകുട്ടി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ശില്പി ഒരു വലിയ കല്ലിന്റെ മുന്നിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കല്ലിനെ എന്താക്കി മാറ്റണം. ഇത് കണ്ടപ്പോൾ ആ കൊച്ചുകുട്ടി ആ ശില്പിയോട് ചോദിക്കുകയാണ്, അങ്കിളെ, ഈ വലിയ കല്ലും നോക്കി അങ്ങ് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിനക്കത് മനസ്സിലായിക്കൊള്ളും. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ആ കുട്ടി ആ വഴിയിലൂടെ വീണ്ടും നടന്നു പോകുവാനായിട്ട് ഇടയായി. അപ്പോൾ അവൻ അവിടെ അന്ന് കണ്ട വളരെ വലിയൊരു കല്ല്, വികൃതമായൊരു കല്ലിന്റെ സ്ഥാനത്ത് ഇന്ന് വളരെ മനോഹരമായ ഒരു മാലാഖയെ കണ്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു, ഈ കല്ലിനുള്ളിൽ ഇങ്ങനെ വളരെ സുന്ദരമായ ഒരു മാലാഖ ഉണ്ടെന്ന് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? അവൻ അയാളെ വളരെ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആ ശില്പി ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഈ മാലാഖയെ ഈ കല്ലിൽ നിന്ന് പുറത്തെടുക്കുക മാത്രമാണ് ചെയ്തത്. ഈ മാലാഖയെ കവർ ചെയ്തുകൊണ്ട്, ഈ മാലാഖ കല്ലിൽ തന്നെ ഉണ്ടായിരുന്നു, ഈ മാലാഖയെ കവർ ചെയ്തുകൊണ്ട് അനാവശ്യമായ കുറെ കല്ലും കഷ്ണങ്ങൾ അതിനെ മൂടിയിരുന്നു. ഞാൻ എൻ്റെ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ആ അനാവശ്യമായ കല്ലുകളെ മാറ്റിയപ്പോൾ അത് മനോഹരമായ ഒരു മാലാഖയായിട്ട് മാറി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശില്പിയെയും കല്ലിൽ നിന്ന് രൂപം കൊണ്ട മാലാഖയെയും കണ്ട് ആ കുട്ടി വളരെ ആശ്ചര്യത്തോടെ പുഞ്ചിരിയോടെ അവിടെ ആ മാലാഖയെ നോക്കി അങ്ങനെ നിന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ വികൃതമായ ഒരു കല്ല് ഒരു മാലാഖയുടെ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടതുപോലെ ദൈവം എന്ന ശില്പി ദൈവത്തിൻ്റെ കരങ്ങളാൽ നമ്മളെ കൊത്തി മിനുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചിന്തകളും നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ദൈവ കൃപയ്ക്കൊത്ത് വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് യുവജനങ്ങൾ ദൈവത്തെ ഒരു കൂട്ടുകാരനായി ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ ആശങ്കകൾക്ക്, അവരുടെ സംശയങ്ങൾക്ക് ദൈവത്തിനെ മുറുകെ പിടിച്ച് നടക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്നും അവർക്ക് ശാശ്വതമായൊരു പരിഹാരമായ ഒരു ജീവിതം, സന്തോഷപ്രദമായൊരു ജീവിതം നൽകുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ലോകത്തിന്റെ മുന്നിൽ ഒരു കല്ലായി തോന്നിയ, അല്ലെങ്കിൽ ഒരു വലിയ കല്ല് പോലെ, അനാവശ്യമായ ഒരു പ്രത്യേക രൂപമില്ലാതെ ഇരുന്ന ഒരു കല്ല് പോലെ ലോകത്തിന് നമ്മൾ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ
നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ചെന്ന് പെടുമ്പോൾ ദൈവം നമ്മളെ വളരെ മനോഹരമായ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് ഒരു മനോഹരമായ ഒരു രൂപമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത എന്നുറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം. എഫാത്ത,